അതുകൊണ്ട് ചേരി തിരിഞ്ഞ് ഒരൊറ്റ മഹാനെയും ചീത്ത പറഞ്ഞുകൂടാ. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. റബീഉൽ ആഖിർ മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ വലിയ മഹാനാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ഒരു സംശയം വേണ്ട. വലിയ മഹാൻ, എത്രത്തോളം വലിയ കുശാഗ്ര ബുദ്ധിയുള്ള മഹാൻ. ഏത് സംവാദത്തിലും ചിന്തിക്കാതെ മുന്നിലിരിക്കുന്നവനെ മുട്ടുകുത്തിക്കുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. കേരളത്തിൽ ഒരു സംഭവം നടന്നു. ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് വിവാദമായി. എങ്ങനെ വിവാദമായി? തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ദേവസ്ഥാനമുണ്ട്. അമ്പലത്തിൽ പൂജ നടക്കുന്നു, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു. അമ്പലത്തുകാര് പോയിട്ട് കോടതിയിൽ കംപ്ലൈന്റ് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് പറഞ്ഞു. എന്താ കംപ്ലൈന്റ്? പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ശല്യാന്ന്, അതുകൊണ്ട് മൈക്കിലൂടെ ബാങ്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയണം. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ രണ്ടു കൂട്ടരും എത്തി, പള്ളി കമ്മിറ്റിക്കാരും എത്തി, അമ്പല കമ്മിറ്റിക്കാരും എത്തി. രണ്ടാളോടും കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു. നിങ്ങളുടെ രണ്ട് പ്രതിനിധിമാർ വരണം. പള്ളി കമ്മിറ്റിയോട് പറഞ്ഞു നിങ്ങൾക്ക് പ്രതിനിധിയായി ഒരു മുസ്ലിയാർ വരണം. അമ്പലത്തുകാരോട് പറഞ്ഞു നിങ്ങളെ പ്രതിനിധിയായിട്ട് ഒരു പൂജാരി വരണം. അങ്ങനെ മുസ്ലിയാരെ കൂട്ടത്തില് മുസ്ലിമീങ്ങൾ പ്രതിനിധീകരിച്ചത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ അമ്പലത്തുകാരെ ഒരു പൂജാരിയെയും കൊടുത്തു. രണ്ടുപേരും കോടതിയിലെത്തിട്ട് ജഡ്ജിനോട് വിഷയം അവതരിപ്പിച്ചു. അമ്പലത്തുകാർ പറഞ്ഞു പള്ളിയിൽ കൊടുക്കുന്ന ബാങ്കിന്റെ ഒച്ച കൂടുന്നുണ്ട്, അതുകൊണ്ട് മൈക്കിലൂടെ കൊടുക്കുന്ന ബാങ്ക് നൃത്തം ചെയ്യണം, മൈക്കില്ലാതെ കൊടുക്കണം. എന്നാൽ മുസ്ലിമീങ്ങൾ പറഞ്ഞു അത് പറ്റൂലെന്ന്. അപ്പൊ ജഡ്ജ് ഒരു തീരുമാനം പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് ഒരു തീരുമാനം പാസാക്കാം. എന്താ തീരുമാനം? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പൂജ നടത്തണം. ഇപ്പോ ഇ.കെ. ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ബാങ്ക് കൊടുക്കണം, പൂജാരിയോട് പറഞ്ഞു നിങ്ങൾ പൂജ നടത്തണം. ഈ രണ്ട് പൂജ നടത്തുന്ന സമയത്ത് ആരെ ഒച്ചയാണ് കൂടുതൽ വരുന്നത് അയാൾ മൈക്കിലൂടെ കൊടുക്കുന്നത് നിർത്തിവെക്കണം. അപ്പൊ മുസ്ലിമീങ്ങൾ ഇ.കെ. ഉസ്താദ് കൊടുക്കുന്ന ബാങ്കിന്റെ ഒച്ചയാണ് കൂടുതൽ, എന്നാൽ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്നത് നിർത്തണം. അല്ല, അമ്പലത്തിൽ നടത്തുന്ന പൂജയാണോ കൂടുതൽ ശബ്ദം, എന്നാൽ അത് നിർത്തണം. അമ്പലത്തുകാരനായ പൂജാരി പൂജ നടത്താൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് കൈവെള്ളയിലുള്ള വാച്ചിലേക്കങ്ങ് നോക്കി, കോടതിയിലുള്ള മതിലിലേക്കങ്ങ് നോക്കി. സമയം നോക്കുമ്പോ രാവിലെ 10 മണിയാ. ജഡ്ജിന്റെ മുഖത്തോട് കുശാഗ്രബുദ്ധിയോടെ, ആവേശത്തോടെ, ആത്മാഭിമാനത്തോടെ, ഔത്സുക്യത്തോടെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഗർജിക്കുന്ന സിംഹം പോലെ ചാടി എണീറ്റ് നിന്നങ്ങ് പറഞ്ഞു, മൈ ഓണർ, നിങ്ങൾ ജുഡീഷ്യറി തീരുമാനിക്കുന്നയാളാണ്, ജസ്റ്റിസ് നിങ്ങളെ കരങ്ങളിലാണ്. ജുഡീഷ്യറിക്ക് വേണ്ടി കോടതിയുടെ ചവിട്ടുപടി കയറിയതാണ് ഞങ്ങള്. പക്ഷേ ഒന്ന് പറയട്ടെ, ഇപ്പൊ സമയം 10 മണിയാ. മൈ ഓണർ, ബൈ സബ്മിറ്റിംഗ് എവറി ടൈപ്സ് ഓഫ് റെസ്പെക്ട്, എല്ലാ നിലക്കുള്ള ബഹുമാനവും ആദരവും വകവെച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, 10 മണിക്ക് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ല. ഇത് ലുഹാനിസ്കാരത്തിന് നേരമാണ്. ലുഹാനിസ്കാരത്തിന് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ല, മുസ്ലിമീങ്ങൾക്ക് ഇഖാമത്തില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്ന എനിക്ക് ഇസ്സമയത്തിന് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. അമ്പലത്തിന്റെ പ്രതിനിധിയായി വന്ന പൂജാരി പൂജ നടത്തി, മുസ്ലിമീങ്ങളെ പ്രതിനിധിയായി വന്ന കുശാഗ്ര ബുദ്ധിയുള്ള ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, 10 മണിക്ക് മുസ്ലിമീങ്ങൾക്ക് ബാങ്കില്ലാത്തത് കൊണ്ട് ഇ.കെക്ക് ബാങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. ജുഡീഷ്യറിയിൽ കയറിയിരുന്ന ജസ്റ്റിസ് പറഞ്ഞു, ജഡ്ജ് പറഞ്ഞു, നേരെ സദസ്സിലേക്ക് തിരിഞ്ഞിട്ടങ്ങ് തീരുമാനം പുറപ്പെടുവിച്ചു. ഞാൻ ഇവിടെ നടന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അമ്പലത്തിൽ നടക്കുന്ന പൂജയ്ക്ക് സമയമില്ല, ഏത് സമയം വേണമെങ്കിലും നടത്താം. മുസ്ലിമീങ്ങളെ 5 നേരത്തെ ബാങ്കിന് സമയമുണ്ട്, അസമയത്തിനല്ലാതെ ബാങ്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇലാ യൗമിൽ ഖിയാമ പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്ക് കൊടുക്കട്ടെ, മൈക്കിലൂടെ ബാങ്ക് വരട്ടെ. കോടതിയിൽ തീരുമാനം വന്നുപോയി. ആ തീരുമാനത്തിന് കാരണക്കാരനാരാ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദാ. അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് എല്ലാ മഹാന്മാരും മഹാന്മാരാ. ഞാൻ ചുരുക്കുകയാണ്.
ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ SBS-ന്റെ മക്കള് സംഘടിപ്പിച്ചതാണല്ലോ. മൊഗർപ്പണയിൽ മദ്രസയില്ലേ, സുള്യയിൽ മദ്രസയില്ലേ, പൈച്ചാറിൽ മദ്രസയില്ലേ, കർണാടകയിലും കേരളത്തിലും എത്ര മദ്രസകളാ ഉള്ളത്. ആ മദ്രസകൾ സംവിധാനം ലോകത്തിന്റെ മുന്നിൽ, കേരള കർണാടകയുടെ മുന്നിൽ തുറന്നു കാണിച്ചത് നൂറുൽ ഉലമാ എം.എ. ഉസ്താദാ. ഈ മൊഗർപ്പണ പള്ളിയുടെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയിലെ ഉസ്താദ് ഒരു കുട്ടിക്ക് അലിഫൂൻ, രണ്ടാമത്തെ അക്ഷരം ബാഊൻ, മൂന്നാമത്തെ അക്ഷരം താഊൻ, ഈ ഓരോ അക്ഷരമാലകളങ്ങ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതിന്റെ ഓരോ പ്രതിഫലത്തിന്റെ അംശവും കാസർഗോഡ് ജാമിഅ സഅദിയുടെ തിരുമുറ്റത്ത് വിശ്രമിക്കുന്ന എം.എ. ഉസ്താദിന്റെ അക്കൗണ്ടിൽ പോയല്ലോ. ആ എം.എ. ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ? വഫാത്താകുന്നതിന് സ്വൽപ്പം മുമ്പ് കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്നെ നിങ്ങൾ കുളിപ്പിച്ചിട്ട് കഫൻ തുണിയിൽ പൊതിയുമ്പോ എന്റെ കഫൻ തുണിയുടെ ഉള്ളില് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യകേശം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ കഫൻ തുണിയിലൊന്ന് വെച്ച് തരുമോ? ഖബറിൽ എനിക്ക് രക്ഷപ്പെടാനാ. ആ എം.എ. ഉസ്താദിന്റെ ഖബറിൽ കിടക്കുമ്പോ കഫൻ തുണിയുടെ ഉള്ളിൽ ഷാരെ മുബാറക്കുണ്ട്. എം.എ. ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെ വേണോ? അറിയില്ലേ ബഹുമാനപ്പെട്ട അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങള് മറക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? വഫാത്തിന് മുമ്പ് മദീനയിൽ പോയി ആ മദീനയിൽ നിന്ന് കഫൻ തുണി വാങ്ങി, അത്തർ വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വന്നു. മകനോട് പറഞ്ഞു, മരുമക്കളോട് പറഞ്ഞു, ഞാൻ വഫാത്താകാൻ പോവുകയാണ്, ഞാൻ വഫാത്തായാൽ എന്നെ കുളിപ്പിച്ച് എന്നെ കഫൻ തുണിയിൽ പൊതിയുമ്പോ കഫൻ തുണി വാങ്ങാൻ നിങ്ങൾ തെരയല്ല. ഞാൻ മദീനയിൽ നിന്ന് വരുമ്പോ കഫൻ തുണി കൊണ്ടുവന്നിട്ടുണ്ട്, അത്തർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഫൻ തുണിയിൽ എന്നെ കിടത്തണോ? ആ കഫൻ തുണിക്ക് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന അത്തർ ചേർക്കണം. അങ്ങനെ ലോകത്തോട് യാത്ര പറയുന്നതിന് തൊട്ടു മുമ്പ് അവിടുന്ന് മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് ജനങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കുമ്പോ മക്കളും മരുമക്കളുമായ നിങ്ങൾ മാത്രം എന്റെ മുഖം അവസാനമൊന്ന് കാണുമ്പോ എന്റെ രണ്ടു ചെവിയുടെ ഭാഗത്ത് വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന സ്വലാത്തും സലാമും ചൊല്ലിയാൽ ഞാൻ നിങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന താജിദാരേ മദീന, സർക്കാരെ ആലം സയ്യിദേ കായിന ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, ഉറക്കെ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കാം. അങ്ങനെ പറഞ്ഞ് ലോകത്തോട് യാത്ര പറഞ്ഞ് അസ്സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളെ മറക്കാൻ പറ്റുമോ? അല്ല അല്ല, കോട്ടുമല ബാപ്പു ഉസ്താദ് ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ, മറക്കാൻ പറ്റുമോ?
കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ജീലാനി ശൈഖ് തങ്ങളുടെ പേരമക്കളുടെ കൂട്ടത്തില് അതേ പേരമക്കളുടെ സന്താന പരമ്പരയിൽ വരുന്ന കവരത്തി ദ്വീപിലുള്ള ഖാസിം വലിയുള്ള ഗർഭിണികളായ ഉമ്മമാര് എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഖാസിം വലിയുല്ലാഹിയുടെ പേരില് എല്ലാ ദിവസവും യാസീൻ ഓതിയാൽ പ്രസവത്തിന് വലിയ പരിഹാരമാണെന്ന് മശായിഖന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഖാസിം വലിയുല്ലാഹിയുടെ ദർഗയുടെ അടുത്തൊരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം കൊണ്ട് ഒരു ഗർഭിണിയായ ഉമ്മ കുളിച്ചാൽ, അതിൽ നിന്ന് വെള്ളം കുടിച്ചാൽ അതിലൂടെ ഗർഭം ധരിക്കാത്തവർ ഗർഭം ധരിക്കുന്നു. ഇനി ഇതും കേട്ട് ഔലിയാക്കളുടെ കറാമത്തിനെ പരിഹസിക്കല്ലേ. കിണറ്റിലെ വെള്ളമെടുത്ത് കുളിച്ചതുകൊണ്ട് ഗർഭമാകുന്നു. ക്ലിപ്പാക്കല്ലേ. ഈമാന് പേടി വേണേ. മരിക്കുമ്പോ ഈമാനില്ലാതെ ചാകണമെങ്കിൽ അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഔലിയാക്കളുടെ മഖ്ബറയുടെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിന് ബറക്കത്തുണ്ട്. ആ ബറക്കത്തിന്റെ പവർ കൊണ്ട് അതേ ഗർഭം ധരിക്കാത്ത എന്ത് കാരണമുണ്ടെങ്കിലോ ആ വെള്ളം കൊണ്ട് പരിഹാരമായി പോയി. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഒരൽപ്പം കൂടി എക്സ്പ്ലനേഷൻ തരികയാണ്. ആ കവരത്തി ദ്വീപിലെ ഖാസിം വലിയുള്ളാഹി തങ്ങളുടെ 5ാമത്തെ പേരമകനാണ് യൂസുഫുൽ ബുഖാരി. വൈലത്തൂർ തങ്ങളെ മറക്കാൻ പറ്റുമോ? വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ ബോധമുള്ള മഹാനാണ്. കെട്ടിച്ചുകൊടുത്ത മകളെ കെട്ടിച്ചുകൊടുത്തൊരു പുതിയാപ്പിള സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോ മരുമകനായ പുതിയാപ്പിളാന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മകനെ ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നത് നീ ഒരു സുന്നിയായിരുന്നത് കൊണ്ടാ. ഇപ്പൊ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് നിന്റെ കീഴിൽ യൂസുഫുൽ ബുഖാരിയുടെ മകൾക്ക് ഇരിപ്പിടം വേണ്ട. അതുകൊണ്ട് നീ എന്റെ മകളെ മൊഴി ചൊല്ലണോ? മൊഴി പറയാൻ ആവശ്യപ്പെട്ട ധീരത കാണിച്ച യൂസുഫുൽ ബുഖാരി തങ്ങളെ മറക്കാൻ പറ്റുമോ? രാത്രി 1 മണിക്കാണ് ലോകത്തോട് യാത്ര പറഞ്ഞതെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് രാത്രി കരുവമ്പൊയിലിൽ അനുഗ്രഹീതമായ സദസ്സിൽ വെച്ച് അതേ പ്രഭാഷണം നടത്തിയ തങ്ങളല്ലേ. 2-3 മണിക്കൂറങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് അസുഖമൊന്നുമില്ല. അള്ളാന്റെ വിളിക്കുത്തരം ചെയ്തില്ലേ. ആ ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ രാത്രി, അന്നത്തെ രാത്രി, അതേ രാത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ AP ഉസ്താദിനെ ചീത്ത പറയണ്ട. കാരണം AP ഉസ്താദ് വലിയ മഹാനാണ്, വലിയ സ്ഥാനത്തേക്ക് എത്തിപ്പോയി. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖിന്റെ അടുത്തയാളാണ്. ആര് പോയാലും അതേ മടവൂർ ശൈഖിനെ കാണാൻ പറ്റാത്ത നേരമാണെങ്കിലും AP ഉസ്താദ് പോയാൽ മടവൂർ ശൈഖിനെ കാണാത്ത നേരമില്ല. കാരണം മടവൂർ ശൈഖിന്റെ വലിയ അടുത്തയാളാണ്. അതുകൊണ്ട് AP ഉസ്താദിനെ ചീത്ത പറയണ്ട എന്ന വാക്കല്ലേ മരിക്കുന്നതിനു മുമ്പ് അവസാനമായി പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞത്. കഅബയുടെ കില്ല പിടിച്ച് തങ്ങൾ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരാ, കൂടെ പോയവർ അനുഭവം പങ്കുവെച്ചില്ലേ, ദുആ ചെയ്യുന്നു കഅബയുടെ മുറ്റത്ത് നിന്ന്, അല്ലാ
AP ഉസ്താദിന്റെ ഹയാത്തുകാലത്ത് എന്നെ നീ മരിപ്പിക്കണേ. കൂടെയുള്ളവര് ചോദിച്ചു, അല്ല തങ്ങളപ്പ ഇതെന്തിനാ ഇപ്പൊ ചോദിക്കണത്? അപ്പ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലടാ, ഞാൻ എന്റെ ഹയാത്ത് കാലത്ത് AP ഉസ്താദ് മരിക്കാൻ പാടില്ല. AP ഉസ്താദിന്റെ ഹയാത്തുകാലത്ത് ഞാൻ മരിക്കണോ? കാരണം ഞാനപ്പം മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് സുൽത്താനുൽ ഉലമാ AP ഉസ്താദാ. എന്നിട്ട് പറഞ്ഞു, എടോ ഞാനങ്ങ് മരിച്ച് എന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചപ്പോ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറമാടിയപ്പോ AP ഉസ്താദ് വന്നിട്ട്, റബ്ബേ ഈ ഖബറിൽ കിടക്കുന്ന യൂസുഫുൽ ബുഖാരി തങ്ങളാപ്പാക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അത് പോരടോ യൂസുഫ് തങ്ങൾക്ക് ഖബറിൽ രക്ഷപ്പെടാൻ എന്ന മറുപടിയാണ് യൂസുഫുൽ ബുഖാരി തങ്ങൾ പറഞ്ഞതെങ്കിൽ കഅബയുടെ ഉള്ളിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച തങ്ങളല്ലേ വൈലത്തൂർ തങ്ങൾ. അതുപോലെയുള്ള മഹാന്മാർക്ക് AP ഉസ്താദ് വേണമെങ്കിൽ ഒറ്റ വാക്കങ്ങ് പറഞ്ഞ് നിർത്തട്ടെ. AP ഉസ്താദിനെയും ബഹുമാനിക്കണം, EK ഉസ്താദിനെയും ബഹുമാനിക്കണം. അതിൽ നമുക്ക് ചേരിതിരിവ് വേണ്ട. അല്ലാഹു എല്ലാ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ബഹുമാനിക്കാൻ നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആലിമീങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അതാ സുൽത്താനുൽ ഉലമാ AP ഉസ്താദിന്റെ ഒരു 30 സെക്കൻഡുള്ള ഒരു പ്രഭാഷണം ഞാൻ കേട്ടു. അതിൽ AP ഉസ്താദ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ദുനിയാവിൽ ആഖിറത്തേക്ക് എനിക്ക് എന്റെ ഏറ്റവും വലിയ സമ്പത്താരാണെന്നറിയുമോ? സഖാഫി പണ്ഡിതന്മാരെ, അഭിമാനമുണ്ട്, രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. ഒന്നാമതായി ഉസ്താദ് പറയുകയാണ്, നാളെ പരലോകത്തേക്ക് എന്റെ ഒന്നാമത്തെ സ്വത്ത് എന്റെ ശിഷ്യന്മാരാ. ഇതങ്ങ് കേട്ടപ്പോ ഞാനൊരു സഖാഫിയായതിൽ അഭിമാനിച്ചുപോയി. രണ്ടാമത്തത് പറഞ്ഞു, എന്റെ രണ്ടാമത്തെ സമ്പത്തേതാണെന്നറിയോ? അതേ, എന്റെ കൂടെ നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച സുന്നി പ്രവർത്തകരില്ലേ, സംഘ കുടുംബാംഗങ്ങളില്ലേ, അവർ എന്റെ രണ്ടാമത്തെ സ്വത്താണ് കേട്ടോ. സുന്നി പ്രവർത്തകരെ അഭിമാനിക്കാൻ വകുപ്പ് കിട്ടിയില്ലേ കൂട്ടുകാരെ? ഞാനങ്ങ് നിർത്തുകയാണ്. അതുകൊണ്ട് എല്ലാ മഹാന്മാരെ പിന്നിൽ അണിനിരന്ന് ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയാതെ, ഒരൊറ്റ തങ്ങളെയും ചീത്ത പറയാതെ, അയാള് ആ ഗ്രൂപ്പുകാരനാണല്ലോ, ഇയാള് ഈ ഗ്രൂപ്പുകാരനാണല്ലോ, ഗ്രൂപ്പ് നോക്കിയിട്ട് തെറി പറയണ്ട. ഗ്രൂപ്പിനല്ല ബഹുമാനം, ഗ്രൂപ്പിലുള്ള ഉലമാഇനാണ്, പണ്ഡിതന്മാർക്കാണ് ബഹുമാനം. അറിയാതെ ചീത്ത പറഞ്ഞവരുണ്ടെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ കൈവിരൽ കടിക്കുന്നതിനു മുമ്പ് ദുനിയാവിൽ തൗബ ചെയ്തോ. ആലിമീങ്ങളെ പോയി കണ്ട് പൊരുത്തപ്പെടിപ്പിച്ചോ. ഗീബത്ത് പറഞ്ഞ ആലിമീങ്ങൾ ഖബറിലാണെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് പോയി യാസീനോദി ഒന്ന് ദുആ ചെയ്തോ. നിങ്ങൾക്കറിയില്ലേ, അബുൽ ഹസൻ അശ്ശാദുലി എന്ന മഹാനുണ്ട് റളിയല്ലാഹു അൻഹു. മഹാൻ അവരുകൾ പറഞ്ഞ ഒറ്റ ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. മഹാൻ പറഞ്ഞു, മൻ ഇഅ്തറള അലാ അഹ്വാലി സ്വാലിഹീന, സ്വാലിഹീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ
തങ്ങന്മാർക്കെതിരെ തിരിഞ്ഞാൽ, ആലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ, ഫലാ ബുദ്ദ അൻ യമൂത ഖബ്ല അജലിഹി സലാസ മൗതാത്തിൻ ഉഖ്റാ. അയാൾ യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് 3 മരണം അല്ല അച്ചങ്ങായിക്ക് കൊടുക്കൂ. തങ്ങന്മാരെ ചീത്ത പറഞ്ഞവനാണോ, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവനാണോ, യഥാർത്ഥത്തിൽ മരിക്കുന്നതിന് മുമ്പ് 3 തവണങ്ങളിലായി അള്ളാഹു അവന് മരണം കൊടുക്കുന്നു. അതിൽ ഒരു മരണമേതാണ്? മൗത്തും ബിദ്ദുല്ലി. അവനെ നിന്യത കൊണ്ട് അല്ലാഹു മരിപ്പിക്കൂ. ജനങ്ങൾക്കിടയിൽ അവന് സ്ഥാനമുണ്ടാകില്ല, അവനെ അല്ല നിന്ദിക്കൂ. ആ നിന്ദിച്ചിട്ടുള്ള മരണം അല്ല കൊടുക്കൂ. രണ്ടാമത്തെ മരണമേതാണ്? വമൗത്തും ബിൽ ഫഖ്രി. അവൻ വലിയ പണക്കാരനാണെങ്കിൽ തങ്ങന്മാരെ ചീത്ത പറഞ്ഞാൽ, ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ അല്ല അവനെ ദരിദ്രനാക്കി കൊന്നുകളയും കേട്ടോ. രണ്ടാമത്തെ മരണം വന്നു. ഇനി മൂന്നാമത്തെ യഥാർത്ഥ മരണത്തിന്റെ മുമ്പുള്ള അവസാനത്തെ മൂന്നാമത്തെ മരണമേതാണ്? വമൗത്തും ബിൽ ഹാജത്തി ഇലന്നാസി. ഇവന് അല്ലാഹു ജനങ്ങളിലേക്ക് ആവശ്യമുള്ളവനാക്കി തീർക്കൂ. എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ കണ്ടുകിട്ടിയവന്റെ മുന്നിൽ ഇവൻ യാചിക്കാൻ പോകൂ, എനിക്ക് സഹായിക്കൂ സഹായിക്കൂ. ജനങ്ങളോട് ഇവനെ കുറിച്ച് ഇവൻ പറയാൻ തുടങ്ങൂ. പക്ഷെ ആരും സഹായിക്കാൻ കിട്ടൂല. ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെയും ഇവനെ സഹായിക്കാൻ കിട്ടൂല. ഈ നിലക്ക് ഒറിജിനൽ മരണത്തിനു മുമ്പ് അവസാനമായി 3 മരണം അല്ലാഹു ഇവന് കൊടുക്കുന്നു. അബുൽ ഹസൻ ഷാദുലി തങ്ങൾ പറഞ്ഞ